ഇതാണ് ഷാജി, തുമ്പോളി ഷാജി. 16 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു തോഴത്തിലേറി കടലിലേക്ക് പോയതാണ്. വല വിരിച്ച് മീൻ പിടിച്ച് വലിച്ചു കെട്ടി മടങ്ങാനിരിക്കുമ്പോൾ നടുക്കടലിൽ വെച്ച് തോഴം മറിഞ്ഞുപോയി. ജലപ്പരപ്പിലെ ശക്തമായ ഒഴുക്കിൽ തോഴം നഷ്ടപ്പെടുകയും തുഴയും ഷാജിയും മാത്രമായി പോവുകയും ചെയ്തു. കൂടെയുള്ളവരൊന്നും കാണാത്ത ദൂരത്തിലേക്ക് ജലപ്പരപ്പിലൂടെ ഷാജി ഒഴുകി നീങ്ങി. കൂടെ പോയവരെല്ലാം മീനും പിടിച്ച് കരയിൽ തിരികെ എത്തി. ഷാജി നടുക്കടലിൽ തുഴയും പിടിച്ച് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഷാജിയെ കാണാനില്ല എന്ന വാർത്ത പ്രചരിക്കുകയും ചെയ്തു. വള്ളങ്ങളിലും ബോട്ടുകളിലുമൊക്കെ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. അതിനിടെ മറ്റൊരു തുറയിൽ വെച്ച് ഷാജിയുടെ തോഴവും വലയും കണ്ടുകിട്ടി. ഇതോടെ ഷാജി കടലിലകപ്പെട്ടുവെന്ന് എല്ലാവർക്കും ബോധ്യമായി. നടുക്കടലിൽ ഷാജി മരണം മുന്നിൽ കണ്ട് തുഴയും കയ്യിൽ പിടിച്ചങ്ങനെ നീന്തിക്കൊണ്ടിരുന്നു. ഷാജിയെ തിരഞ്ഞുകൊണ്ടുള്ള 1-2 ബോട്ടുകൾ ഷാജിയുടെ പരിസരത്തുകൂടെ കടന്നുപോയി. ഇത്തിരി ദൂരത്തായതിനാൽ തന്നെ അവർ കണ്ടിട്ടില്ല എന്ന് ഷാജിക്ക് ബോധ്യമായി. കയ്യിലുള്ള തുഴ ഉയർത്തി കാണിച്ച് കൂക്കിയാർത്ത് വിളിച്ചു. ആര് കേൾക്കാൻ? അവർ വേറെ വഴിക്ക് പോയി. നടുക്കടലിൻ്റെ ജലോപരിതലത്തിൽ ശക്തമായ ഒഴുക്കാണെന്ന് ഷാജി പറയുന്നു. ഏടി എന്ന് വിളിക്കുന്നൊരു മീനുണ്ട്, കടൽപ്പന്നി, അങ്ങനെയും അതിന് വിളിപ്പേരുണ്ട്. കടൽപ്പന്നികളുടെ ആക്രമണത്തിനും ഷാജി വിധേയനായി. തൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ വെള്ളിത്തിളക്കം ചെറു മത്സ്യങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച് കടൽപ്പന്നികൾ കടിക്കുകയാണ്. കയ്യിലുള്ള തുഴ വെച്ച് കടൽപ്പന്നിയെ ഓടിക്കാൻ നന്നേ പ്രയാസപ്പെട്ടു. കൈകാലുകൾ കൊണ്ടുള്ള തുഴച്ചിലും കടൽ വെള്ളത്തിൻ്റെ തണുപ്പും കൂടി പരവശനായി തീർന്ന ഷാജിയുടെ നാഡീനരമ്പുകളും പേശികളുമൊക്കെ വലിഞ്ഞു മുറുകി. നേരത്തെ പ്രയാസമനുഭവിക്കുന്ന ഒരു കാലിൻ്റെ സ്വാധീനം കുറഞ്ഞു വന്നു. ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഷാജി വെള്ളത്തിലൂടെ നീന്തുകയാണ്. ആലപ്പുഴ തീരത്തെ കടൽപ്പാലത്തിൻ്റെ ഭിത്തികളിൽ ചെന്നിടിച്ചാൽ ജീവൻ്റെ കണിക പോലും ബാക്കിയുണ്ടാവില്ല. ശരീരവും മനസ്സും തളർന്ന ഷാജി കടലിലൂടെ മണിക്കൂറുകളോളം ഒഴുകി നടന്നു. ജീവച്ഛവമായി മാറി ഒരുവിധം കരക്കടിഞ്ഞ ഷാജിയെ നാട്ടുകാർ കണ്ടെത്തുകയും ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ശേഷം ഷാജി പൂർവ്വസ്ഥിതിയിലായി. തനിക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ട സർക്കാർ വക ഫണ്ടുകളൊന്നും തൻ്റെ കയ്യിൽ ലഭിച്ചില്ല എന്ന് ഷാജി പരിഭവം പറയുന്നു. എന്തൊക്കെ തന്നെയായാലും ജീവൻ തിരിച്ചു കിട്ടിയതിൽ ഷാജി വളരെ സന്തോഷവാനാണ്. അവിവാഹിതനായ ഷാജിയെപ്പോലെ ഒത്തിരി ജന്മങ്ങൾ ഈ കടലുമായി മല്ലടിച്ച് കഴിയുന്നുണ്ട്. ഇനി അല്പം കാഴ്ചകളാവാം. വലയിൽ കുടുക്കിയ മീനുകളെ കുടഞ്ഞെടുക്കുകയാണിവിടെ. കാക്കകളും പട്ടികളുമൊക്കെ മനുഷ്യരോട് ഇടപഴകി അവരവരുടെ അന്നം തേടുന്ന കാഴ്ച കൗതുകകരമാണ്. കുടഞ്ഞെടുത്ത മീനുകൾ കൂട്ടിവെച്ച് ലേലസ്ഥലത്തേക്ക് കൊണ്ടുപോകും. എല്ലാ ദിവസങ്ങളിലും അതിരാവിലെ കടപ്പുറത്ത് വെച്ചുള്ള ലേലം വിളിക്ക് നേതൃത്വം കൊടുക്കാൻ പ്രത്യേകം ആളുകളുമുണ്ട്. അവരിൽ നിന്നും ബൈക്കുകളിൽ വീടുകളിലേക്ക്. 1000 രൂപ, 800 രൂപ, 800, 900, 900, 900, 900, 1000 രൂപ, 1000 രൂപ, 1000 രൂപ, 10, 11, 11 രൂപ, 11 രൂപ, 11 രൂപ, 11, 11, 11, 11, 11, 11, 11, 11, 11, 12, 12 രൂപ, 12, 12, 12, 12, 12, 12, 13, 13, 13, 13, 13, 13, 13, 13, 13. തുമ്പോളി കടപ്പുറത്തു നിന്നും ഫൈസൽ വടപുറം.